മുകളുവിളിയിൽ രാജു എന്ന വൈ രാജു. തിരുവനന്തപുരം വികലാംഗ തൊഴിലധിഷ്ഠിത കേന്ദ്രത്തിൽ നിന്ന് വൊക്കേഷണൽ ഇൻസ്ട്രക്ടറായി 31 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച ഇദ്ദേഹം ഇന്ന് തലസ്ഥാനത്തെ സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമാണ്. തൻ്റെ ശാരീരിക പരിമിതികൾക്ക് അനുയോജ്യമായ വിധത്തിൽ സ്വന്തമായി പുനർരൂപകൽപ്പന ചെയ്ത വാഹനത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട രാജു ദൈവാശ്രയത്വവും കഠിനാധ്വാനവും കൊണ്ട് ഏറെ സമചിത്തതയോടെ പരിശ്രമിച്ചാണ് പിൽക്കാല ജീവിതം കരുപ്പിടിപ്പിച്ചത്. ഓരോ സാഹചര്യത്തിനും ആവശ്യത്തിനും അനുസൃതമായി സ്വയം നവീകരിക്കുവാൻ രാജു എക്കാലവും ശ്രദ്ധ വച്ചിരുന്നു. പരാശ്രയത്തിൽ ഒതുങ്ങിപ്പോകാമായിരുന്ന രാജുവിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് സഹായവും പ്രചോദനവുമായി മാറിയത് അങ്ങനെയാണ്. പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട് എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ ജനനം. MG യോഹന്നാൻ മറിയാമ്മ ദമ്പതികളുടെ 5 മക്കളിൽ രണ്ടാമനായിട്ടാണ് എൻ്റെ ജനനം. 2.5 വയസ്സിൽ പോളിയോ വന്ന് എൻ്റെ ശരീരം ആകമാനം നീര് വരികയും തുടർന്ന് 2 കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ 4 കാലിൽ ഇഴഞ്ഞ് ആയിരുന്നു എൻ്റെ സഞ്ചാരങ്ങൾ മുഴുവനും. ഏകദേശം 6 വയസ്സായപ്പോൾ വീടിൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ എന്നെ നിലത്തെഴുത്തിന് ഇരുത്തി. അവിടെ ഏതാണ്ട് ഒരു 4 വർഷക്കാലം പഠിക്കുകയുണ്ടായി. തുടർന്ന് എൻ്റെ 8ാമത്തെ വയസ്സിൽ സർവോദയ പ്രസ്ഥാനക്കാർ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ കൊല്ലത്ത് കെയർ ഹോം എന്ന സ്ഥാപനത്തിൽ വിദ്യാഭ്യാസത്തിന് അയക്കുകയും ചെയ്തു. 9ഉം 10ഉം ക്ലാസ്സുകളിൽ എൻ്റെ കൂട്ടുകാരുടെ സഹായത്താൽ അല്ലെങ്കിൽ അവർ ബൈസൈക്കിളിൽ എന്നെ കൊണ്ട് പോവുകയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്യുമായിരുന്നു. 10ാം ക്ലാസ്സിലും വിദഗ്ധമായ വിജയം കരസ്ഥമാക്കി. അതിനുശേഷം ഞാൻ റേഡിയോ എഞ്ചിനീയറിങ്ങിന് വേണ്ടി ബാലരാമപുരത്ത് എന്ന സ്ഥലത്ത് വരികയും ആ കോഴ്സും വിദഗ്ധമായി വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്ന് കൊല്ലത്ത് മഞ്ജു റേഡിയോസിലെ റേഡിയോ എഞ്ചിനീയറായി പ്രവർത്തിക്കുകയും 4 വർഷക്കാലം അവിടെ സേവനം ചെയ്യുകയും ചെയ്തു. രാജു സ്വന്തമായി ഡിസൈൻ ചെയ്ത് രൂപമാറ്റം വരുത്തിയെടുത്ത സൈഡ് കാറുള്ള സ്കൂട്ടറാണിത്. 1987 ഒരു കാലത്ത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദൈനംദിന യാത്രകൾക്ക് രാജു ഈ ആൾട്ടർനേറ്റഡ് സ്കൂട്ടറാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് രാജു ഒരു പടി കൂടി കടന്ന് തൻ്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ഒരു കാർ തന്നെ രൂപമാറ്റം വരുത്തി നിർമ്മിച്ചെടുത്തു. ഇതിൻ്റെ ഡിസൈൻ രൂപകൽപ്പന ചെയ്തതും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചതും രാജുവിൻ്റെ വളരെ കാലം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലായിരുന്നു.
എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അയൽവാസികളും ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവരെ നോക്കി കണ്ണീരോടുകൂടിയിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം പഠിക്കാൻ സാധിക്കുന്നു, എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർ എല്ലായിടത്തും പോകുന്നു, ഓടിച്ചാടി നടക്കുന്നു, എനിക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം പലപ്പോഴും എന്നെ അലട്ടിയിരുന്നു, പ്രയാസപ്പെടുത്തിയിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ പ്രാർത്ഥിച്ച് അതിനൊരു മുക്തി നൽകണമേ എന്ന് ഞാൻ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മറ്റുള്ളവർ പോലെ ഓടി നടക്കുവാനോ ചാടി നടക്കുവാനോ എനിക്ക് സാധ്യമല്ലായിരുന്നു. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിനെ ഒത്തിരി വിഷമിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആദ്യമായി ചിന്തിച്ചത് എനിക്ക് സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുവാനുള്ളൊരു വഴിയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആണ് ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള ഓട്ടോമാറ്റിക് വണ്ടികൾ, സ്കൂട്ടറുകൾ മാർക്കറ്റിൽ വന്നത്. ഞാൻ ആദ്യമായി അത്തരം ഒരു ന്യൂസ് കേട്ടപ്പോൾ ആദ്യമായി ഒരു വാഹനം ബുക്ക് ചെയ്യുകയും 1987 അത്തരത്തിലുള്ളൊരു വാഹനം ഞാൻ സ്വന്തമാക്കുകയും എൻ്റെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ എൻ്റെ ശരീരവും അവിടെ എത്തുന്ന തരത്തിൽ പ്രാപ്തമാക്കുകയും ചെയ്തു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് പലപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു 4 വീലർ വാങ്ങിക്കുകയും ആ 4 വീലറിനകത്ത് എനിക്ക് സ്വയം ഡ്രൈവ് ചെയ്യത്തക്ക നിലയിൽ ആൾട്ടറേഷൻ വരുത്തുകയും ഈ വാഹനത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, അതായത് കാശ്മീരും ത്രിപുരയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ കുടുംബസമേതം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലതു കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിൽ ബൈക്കിന്റെ ആക്സിലറേറ്ററാണ് ഈ കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബ്രേക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗിയർ നോബിൽ തന്നെയാണ് ക്ലച്ച് ബട്ടണും ഉള്ളത്. കാലിന് സ്വാധീനക്കുറവുള്ളവർക്ക് അനായാസേന ഓടിക്കാവുന്ന വിധത്തിലാണ് കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കാറും ഇതിൻ്റെ രൂപകൽപ്പനയും പിൽക്കാലത്ത് ശാരീരിക പരിമിതിയുള്ള നിരവധി ആളുകൾക്ക് ആശ്രയവും ആശ്വാസവുമായെന്നുള്ളത് ചരിത്ര സാക്ഷ്യം. യൂണിവേഴ്സിറ്റി ജീവനക്കാരിയായ ഭാര്യ ഓമനയും എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മകൾ അർപ്പിത മെറിനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അർപ്പിത് ജോണും അടങ്ങുന്നതാണ് രാജുവിൻ്റെ കുടുംബം. വർഷമായി ഞാനും രാജാനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാണ്. കാരണം ഏത് ജോലിയിലാണെങ്കിലും, വീട്ടു ജോലിയിലാണെങ്കിലും, കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിലും, രാഷ്ട്രീയ കാര്യത്തിലും, സാമൂഹിക കാര്യത്തിലും, എല്ലാ കാര്യത്തിലും ഒരുപടി മുൻപിലാണ് രാജാൻ. മറ്റ് സാധാരണ മനുഷ്യർ ചെയ്യുന്നതിനേക്കാളിലും നല്ല നല്ല രീതിയിലാണ് രാജാൻ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. എനിക്ക് തന്നെ വളരെ അതിശയം തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര നന്നായി ചെയ്യുന്നുവെന്ന്. ഇപ്പോഴുള്ള എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഭാര്യയും മക്കളും പൂർണ്ണ മനസ്സോടെ പിന്തുണ നൽകുന്നു. കേന്ദ്ര ഗവൺമെൻറ് സർവീസായ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇൻ്റർവ്യൂവിന് എനിക്ക് ലെറ്റർ വരികയും തിരുവനന്തപുരത്ത് വന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ ഒന്നാമനായി വിജയിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ലഭ്യമായി. VRC വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനത്തിൽ 31 വർഷക്കാലം സേവനത്തിനു ശേഷം ഞാൻ വിരമിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് വ്യത്യസ്തമായ കഴിവുകളുള്ള ഡിസേബിളായിട്ടുള്ള ആൾക്കാരുടെ പുനരധിവാസമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ട്രേഡാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികലാംഗ തൊഴിലധിഷ്ഠിത പുനരധിവാസ കേന്ദ്രം വൊക്കേഷണൽ ഇൻസ്ട്രക്ടറായി
രാജുവിൻ്റെ 31 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഇവിടെയായിരുന്നു. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വിദ്യാർത്ഥികൾക്ക് രാജു നൽകിയ പരിശീലനത്തിന്റെ മികവ് സഹപ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആയിരത്തി 1983 ശ്രീ രാജു ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നത്. അന്നു മുതൽ അവിടുത്തെ സ്റ്റാഫിനും അവിടുത്തെ കുട്ടികൾക്കും എല്ലാം തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു രാജുവിൻ്റെ പ്രവർത്തനം. അന്ന് വരെ ഏകദേശം നിർജീവാവസ്ഥയിലുണ്ടായിരുന്ന ഒരു സെൻറ്റർ രാജു ജോയിൻ ചെയ്തതോടുകൂടി ഒരു പുതിയൊരു തലത്തിലേക്ക് എത്തി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഏതെല്ലാം ഈ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് ചെയ്യാൻ കഴിയും എന്ന് യഥാർത്ഥത്തിൽ വളരെ നവാഗതനായ രാജു നമ്മളെല്ലാം പഠിപ്പിച്ചു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. ശരീര വൈകല്യമുള്ളവരെ 1983 കാലഘട്ടത്തിൽ വളരെ അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു സമൂഹം ഏറ്റവും കഴിവ് പ്രകടിപ്പിക്കുന്ന ശ്രീ രാജു എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് പ്രവർത്തിച്ചു. ആദ്യമായി തിരുവനന്തപുരത്ത് നടന്ന എക്സിബിഷൻ പ്രോഗ്രാമിലും സ്പോർട്സ് പ്രോഗ്രാമിലും ഉൾപ്പെടെ അന്ന് വരെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത മേഖലകളിൽ പോലും രാജു കടന്നു വന്നത് പുതിയൊരു അനുഭവമായിരുന്നു. വ്യത്യസ്ത ട്രേഡുകളായി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവും പ്രാപ്തിയുമനുസരിച്ചുള്ള പരിശീലനത്തിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. മലങ്കര രൂപതയുടെ ബഥാനിയ പുനരധിവാസ കേന്ദ്രം. ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ള പെൺകുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഈ കേന്ദ്രം 1988 തുടങ്ങിയപ്പോൾ ആവശ്യമായ സാങ്കേതിക സഹായവും ട്രെയിനിങ്ങും നൽകിയത് രാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ശാരീരിക വൈകല്യമുള്ളവർക്ക് കാറും സ്കൂട്ടറും പുനർരൂപകൽപ്പന ചെയ്തും ഔദ്യോഗിക ജീവിതത്തിലെ സർഗാത്മകവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും രാജുവിനെ തേടിയെത്തി. 1998 ശാരീരിക പരിമിതിയുള്ള മികച്ച ഉദ്യോഗസ്ഥനുള്ള കേരള ഗവൺമെന്റ് അവാർഡും ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി പ്രാദേശിക ദേശീയ മാധ്യമങ്ങളിൽ പ്രചോദനാത്മക ലേഖനങ്ങൾക്ക് രാജുവിൻ്റെ ജീവിതം നിദാനമായി. ആദ്യമായിട്ട് രാജുവിനെ ഞാൻ കാണുന്നത് തിരുവനന്തപുരത്തേക്ക് റാന്നി പെരുന്നാട്ടിൽ നിന്ന് മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിടത്തിലേക്ക് വരുന്ന പദയാത്രയാണ്. വീൽ ചെയർ പോലുള്ള ഒരു സ്കൂട്ടറിൽ കയറി വരുന്നത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഏത് സ്ഥലത്ത് വന്നാലും രാജു മുൻപിൽ കാണും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സഭാപരമായി നടത്തുന്ന ഏത് കാര്യത്തിലും രാജു അതിൻ്റെ മുൻപന്തിയിലുണ്ട്. തുടർന്ന് മദ്യവിരുദ്ധ സമിതിയിൽ
അതും KCBC മദ്യവിരുദ്ധ സമിതിയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ അതിരൂപത പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ടും തെക്കൻ മേഖലയുടെ വിവിധ രൂപതകൾ ചേർന്നുള്ള തെക്കൻ മേഖലയുടെ പ്രസിഡൻ്റായിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും വളരെ സ്തുത്യർഹമായ നിലയിൽ രാജു പ്രവർത്തിച്ചിട്ടുണ്ട്. മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ അതിൻ്റെ ആഗോള തലത്തിലുള്ള ഖജാൻജി വരെ ആയി ഉയരുവാനും ഏത് തലം വരെ പോകാനും ഉള്ള എല്ലാ കഴിവുകളും ആർജവത്വവും രാജുവിനുണ്ട്. ഈ രാജു ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങുമ്പോഴും എത്രയോ പ്രാവശ്യം രാജു ഓടിച്ച കാറിൽ ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്ന് ചോദിക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല. നല്ല ഒരു ഡ്രൈവറാണ്. ഇങ്ങനെ കൈയോ കാലോ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്ന് അല്ലെങ്കിൽ ജന്മന ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതി രാജു ജീവിതത്തിൽ ആ വെല്ലുവിളികളെ നേരിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ രാജു ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ വൈകല്യം എന്ന് പറയുന്നത് 90% ആണ്. ഇത്രമാത്രം വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഇത്രമാത്രം ചെയ്യുവാൻ സാധിക്കപ്പെടുന്നത് മറ്റുള്ളവരെല്ലാം അസൂയപരമായിട്ടാണ് നോക്കിക്കാണപ്പെടുന്നത്. അതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പരിലാളന എന്നിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിന് എന്നും ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ഞങ്ങൾ കുടുംബം ഒന്നടങ്കം അതിനെ ദിവസവും നന്ദി പറയുകയും കുടുംബ പ്രാർത്ഥനയിൽ ദൈനംദിന പ്രവൃത്തിയിൽ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുകയും സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവപരിപാലനയിലുള്ള അചഞ്ചലമായ ആശ്രയത്വവും ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതിയിലുള്ള വിശ്വാസവുമാണ് രാജുവിന് പ്രതിസന്ധികളിൽ കരുത്തും ശാരീരിക വൈകല്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും പകരുന്നത്. ചെറുപ്പകാലം മുതലേ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം നൽകിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുള്ള കാരണം എൻ്റെ മാതാവ് ഒരു ടീച്ചറായിരുന്നു. ആ അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം നൽകുകയും അതിനുവേണ്ടി നല്ലൊരു സമയം ചെലവഴിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൻ്റെ പരിലാളന ഒത്തിരി ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് 1-2 ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനായി സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4 വർഷത്തിനു മുൻപ് ഞാൻ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിൽ നിന്നും ഞാൻ ഒരു തട്ട് പൊളിച്ച് താഴേക്ക് വന്ന് വീണ ഒരവസ്ഥയുണ്ട്. വീഴ്ചയിൽ എനിക്ക് ബോധം നഷ്ടപ്പെടുകയും അല്പസമയത്തിന് ശേഷം ബോധം വരികയും ചെയ്തു. ഉടനെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നെങ്കിൽ ഡോക്ടർക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തി ഇത്തരം ഒരവസ്ഥയിൽ തരിപ്പണമായി പോകുന്നതായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. താങ്കളെ സംബന്ധിച്ച് അതൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിലാളന അല്ലെങ്കിൽ ആ സ്നേഹം, ആ കൈകൾ എന്നിൽ എത്രമാത്രം എന്നെ താങ്ങി എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ അല്ലേറെ വിശ്വാസത്തോടുകൂടി ഞാൻ പറയുകയാണ്. മറ്റൊരിക്കൽ ഞാനും എൻ്റെ മകനും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ബമ്പിനകത്ത് കയറിയതിനു ശേഷം എൻ്റെ വണ്ടി മറിയുകയും ആ ബമ്പിൽ കയറുന്ന ആ ഷോക്കിൽ എൻ്റെ മകൻ തെറിച്ച് റോഡിൽ വീഴുകയും ഈ വാഹനം എൻ്റെ ദേഹത്തുകൂടി വീഴുകയും ചെയ്തു. പക്ഷേ അത്ഭുതകരമായി ദൈവം തൻ്റെ കൈകളിൽ ഞങ്ങളെ താങ്ങി ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റൊരു അനുഭവം എനിക്ക് എടുത്തു പറയുവാനായി സാധിക്കപ്പെടും. എനിക്ക് കിട്ടിയ ഇത്തരത്തിലുള്ളൊരു ജീവിതം ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതിനുള്ള കാരണം സമൂഹത്തിൽ
എന്നെപ്പോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഏതെങ്കിലും തരത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക, സഹായിക്കുക, സ്വയം കാലിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു അഭിലാഷമായിരുന്നു. അത്തരത്തിലുള്ളൊരു ലക്ഷ്യം പ്രാപ്തമാക്കുവാൻ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ലഭ്യമായ ജോലിയിൽ കൂടി എനിക്ക് സാധിച്ചു. ദൈവീക കരുതലിൻ്റെ തണലിൽ 60ൻ്റെ നിറവിൽ രാജു ഇപ്പോഴും കർമ്മനിരതനാണ്. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി.